തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് യൂറോളജി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും വിശദമായ പരിശോധന നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടർ ഹാരിസ് സത്യസന്ധനാണെന്നും രോഗികളിൽ നിന്ന് പണം വാങ്ങാത്ത കഠിനാധ്വാനിയായ ഡോക്ടറാണെന്നും മന്ത്രി പ്രശംസിച്ചു. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചത് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളാണ്. തനിക്ക് മുൻപിലെത്തുന്ന രോഗികൾ തൻ്റെ പ്രിയപ്പെട്ടവരെന്ന് എല്ലാവരും ചിന്തിക്കുന്നതോടെ സിസ്റ്റം ശരിയാകും. ഡോക്ടർ ഹാരിസ് അങ്ങനെ ചിന്തിക്കുന്നയാളാണെന്നും സിസ്റ്റത്തിൽ നിരന്തരം തിരുത്തലുകൾ നടത്തിവരികയാണെന്നും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു. സർക്കാർ ആശുപത്രികളെ ഒന്നടങ്കം ആക്ഷേപിക്കരുതെന്നും ഡാറ്റ പരിശോധിച്ചാൽ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിലെ വർധനവ് മനസ്സിലാകുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 1600 കോടി സർക്കാർ സൗജന്യ ചികിത്സയ്ക്കായി ചെലവഴിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിൽ ഏറ്റവുമധികം പണം ചെലവഴിക്കുന്നത് കേരളമാണെന്നാണ് സർക്കാരിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. 2021 സൗജന്യ ചികിത്സ നൽകിയത് 2.5 ലക്ഷം പേർക്കാണ്. ഇത് 2024 ആയപ്പോഴേക്കും 6.5 ലക്ഷമായി ഉയർന്നു. കൂടുതൽ പേർ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ മാത്രമല്ല, എല്ലാ സാമൂഹിക വിഭാഗങ്ങളിലുമുള്ളവർ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നുണ്ട്. സർക്കാർ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുകയാണെന്നും നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു സ്വകാര്യ ആശുപത്രിയിലേതുപോലെ എളുപ്പത്തിൽ ചിലപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിച്ചെന്ന് വരില്ല. അതിന് എന്തെങ്കിലും ചട്ടങ്ങളോ മറ്റോ തടസ്സമാകുന്നുണ്ടോ എന്നുള്ളതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് സ്വീകരിക്കും, മന്ത്രി പറഞ്ഞു. തിങ്കളാഴ്ചകളിൽ HODമാരുടെ യോഗം താൻ വിളിച്ചു ചേർക്കാറുണ്ടെന്നും അതവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാനുള്ള വേദിയാണെന്നും മന്ത്രി വീണ ജോർജ്. അതേസമയം ഡോക്ടർ ഹാരിസ് നടത്തിയ തുറഞ്ഞു പറച്ചിലിൽ അന്വേഷിക്കാനായി 4 അംഗ സമിതിയെ നിയമിക്കാൻ തീരുമാനമായിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പിന് ശുപാർശ നൽകി. 4 അംഗ സമിതി ആരോപണങ്ങൾ അന്വേഷിക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും സമിതിയിലുണ്ടാകും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയ ശുപാർശയിൽ ആരോഗ്യവകുപ്പ് ഉടൻ ഉത്തരവിറക്കിയേക്കും. മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് 1 വർഷം മുമ്പ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ അറിയിച്ചിരുന്നുവെന്നും എല്ലാ വിഭാഗത്തിലും പ്രശ്നങ്ങളുണ്ടെന്നും പല വകുപ്പ് മേധാവിമാരും അത് തുറന്നു പറയാത്തത് ഭയം കൊണ്ടാണെന്നുമാണ് ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞിരുന്നത്.